ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊരു ചട്നി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതൊരു 2 ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ 1 എടുത്താൽ മതി. ഇല്ല കൂടുതൽ വേണമെങ്കിൽ 2ഓ 3ഓ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ അളവിൽ, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം വരും ആ ഒരു രീതിയിൽ കപ്പലണ്ടിയാണ് കേട്ടോ. ഈ കപ്പലണ്ടി എന്ന് പറയുന്നത് നിലക്കടല എന്നും പറയും. ഞങ്ങളിങ്ങോട്ടൊക്കെ കപ്പലണ്ടി എന്നാണ് കേട്ടോ പറയുക. അപ്പം നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ടിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കട്ടി ചട്നിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് കുറച്ച് ആ രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇല്ല കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. അധികം അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. നമുക്ക് എത്രത്തോളമാണോ തേങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കരുത്. നമ്മുടെ ചട്നിയുടെ രുചി തന്നെ അങ്ങ് മാറും. ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് അരച്ചെടുക്കരുത്. ഈ ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇല്ല നമുക്ക് കറി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് മിക്സിയിൽ അടിച്ച് അതിലെ വെള്ളവും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇല്ല ഈ ഒരു കട്ടിക്ക് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേറൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ചട്നിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇല്ല അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല സൂപ്പറാട്ടോ. അപ്പോൾ ഏതിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നുകൊണ്ടാ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കേ.